ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്, നമ്മുടെ സ്വന്തം പുളിയിഞ്ചി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും പുളിയുമാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഇഞ്ചി വളരെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. ഇനി പുളി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് പുളി ഇട്ടതിന് ശേഷം ഞാൻ 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഫോർക്ക് വെച്ചോ കൈ വെച്ചോ പുളി ഈ വെള്ളത്തിൽ നന്നായി ഒന്ന് ലയിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, ഞാൻ നന്നായി ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണയും നമുക്ക് ഈ അച്ചാറിനായിട്ട് എടുക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 1.5 കപ്പ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 10 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റി കൊടുക്കാം. അതായത് ഇതിൻ്റെ കളറെല്ലാം മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം വഴറ്റാൻ. നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കളർ മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അവസരത്തിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടെ പറയാം. അതായത് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം വളരെ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കാം. ഇനി ഇതിൻ്റെ വെള്ളം വറ്റി കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് 6 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 6 എന്നുള്ളത് 7 ടേബിൾ സ്പൂൺ ആക്കാവുന്നതാണ്. ശർക്കര ചേർത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇടവിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ പുളിയിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞ് അന്ന് തന്നെ ഉപയോഗിക്കാതെ ഒരു ദിവസം വെച്ചിരുന്ന് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വന്തം ഓണം റെസിപ്പിയായ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കണ്ടില്ലേ, ഓണത്തിന് സൈഡ് ഡിഷായി കൂട്ടാൻ പറ്റിയ നമ്മുടെ പുളിയിഞ്ചി എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.